കുട്ടികളിൽ കാണുന്ന ഈ വിരലുകുടി എങ്ങനെ നിർത്താം? പല പേരൻസും പറഞ്ഞു കേൾക്കാറുണ്ട് കുഞ്ഞുങ്ങള് അവരുടെ തള്ളവിരല് അല്ലെങ്കിൽ കാലിലെ വിരലൊക്കെ വായിലിട്ട് കുടിക്കുന്നത്. അപ്പം ഒരു 1 to 4 years വരെ ഇത് അവരുടെ നോർമൽ ബിഹേവിയറിന്റെ ഭാഗമാണ്. ഇതിനെ നമ്മൾ ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ എന്നാണ് പറയുന്നത്. ഇനി 4 വയസ്സിന് ശേഷവും കുഞ്ഞ് ഇതേ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോർമൽ അല്ല. അപ്പൊ അതിന്റെ റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നെഗ്ലക്റ്റ് ആണ്. അതായത് നമ്മൾ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നല്ല പാരന്റിങ് ആണ് ചെയ്യുന്നത് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ കുട്ടിയുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അത് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ പാരന്റിങ്ങിലുള്ള ചില മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം കുഞ്ഞ് ഇങ്ങനെ തംസക്കിങ് ചെയ്യുന്നത്. ഈ തംസക്കിങ് ചെയ്യുമ്പോൾ അവർക്ക് അതൊരു സൂത്തിങ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ തംസക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റി ഒരുപാട് ഫീൽ ചെയ്യുന്ന കുഞ്ഞുങ്ങളിലും ഈ തംസക്കിങ് നമ്മൾ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാരന്റൽ സെപ്പറേഷൻ അനുഭവിക്കുന്ന കുട്ടികളിലെ തംസക്കിങ് കാണാറുണ്ട്. വീടുകളിൽ കാണുന്ന ഓവർ കൺട്രോളിംഗ് ഉള്ള പാരന്റിങ്, അതും തംസക്കിങ്ങിന് ഒരു റീസൺ ആണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു റീസൺ ആണ് ഒരു പുതിയ അതിഥി വീട്ടിൽ വരുമ്പോൾ, അതായത് ഒരു കുഞ്ഞതിഥി ഒരു അനിയനോ അനിയത്തിയോ വരുമ്പോൾ ആ സ്ട്രെസ് കാരണം ഈ പാരന്റ്സിന്റെ അറ്റൻഷൻ മുഴുവൻ കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ആങ്സൈറ്റി കാരണം പല കുഞ്ഞുങ്ങളും ഇങ്ങനെ തംസക്കിങ് ചെയ്യാറുണ്ട്. പിന്നെ പല പാരന്റ്സും ചോദിക്കാറുണ്ട് ഈ തംസക്കിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്പുള്ളതൊക്കെ കയ്യിൽ തേക്കുന്നതൊക്കെ ഹെൽപ്ഫുൾ ആണോ എന്ന്. അപ്പം പേഴ്സണലി സ്പീക്കിംഗ് പല പാരന്റ്സും പറഞ്ഞിട്ട് അവരുടെ റിവ്യൂസ് അവർ പറയാറുള്ളത് ഇങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ട്രൈ ചെയ്യുന്നതിൽ വലിയ ഒരു ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി എന്തൊക്കെ കോംപ്ലിക്കേഷൻ ആണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്? പലപ്പോഴും തംസക്കിങ് കൊണ്ട് ഡെന്റൽ മാലൊക്ലൂഷൻ, ഡിസ്അലൈൻമെന്റ് ഓഫ് ടീത്ത് വരാം. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ബൈറ്റിംഗ് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാം. ഫേഷ്യൽ ഡിഫോമിറ്റീസ് ഒക്കെ വരാം. ഇതാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്. ഇനി ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാം? അപ്പോൾ ഞാൻ പറഞ്ഞു, മോസ്റ്റ് കോമൺ റീസൺ എന്ന് പറയുന്നത് പാരന്റൽ നെഗ്ലക്റ്റ് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പാരന്റിങ്ങിനുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പൊ അതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, നമ്മൾ പാരന്റിങ് ഇമ്പ്രൂവ് ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തതായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള അതായത് സ്ട്രെസ് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തതായിട്ട് നമുക്ക് എപ്പോഴും അവരുടെ ഹാൻഡ്സ് എൻഗേജ്ഡ് ആക്കാം. അതിന് വേണ്ടിയിട്ട് ക്രാഫ്റ്റിങ്ങോ അല്ലെങ്കിൽ പെയിന്റിങ്ങോ ഡ്രോയിങ് ഇതിലൊക്കെ കുഞ്ഞുങ്ങളെ ഒരുപാട് നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. അതിനുവേണ്ടി നല്ല കളർഫുൾ ആയിട്ടുള്ള ടോയ്സും പെൻസിലുകളും ഒക്കെ നമുക്ക് അവർക്ക് ഓഫർ ചെയ്യാം. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അവരെ മോണിറ്റർ ചെയ്യാം. അപ്പൊ ഈ ഒരു ബിഹേവിയർ നോർമൽ അല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് ഇത് നിർത്തേണ്ട ഒരു ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കുക. അത് അവരെ നിർത്തുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു റിവാർഡുകളൊക്കെ നമുക്ക് അതിനു വേണ്ടി ഓഫറും ചെയ്യാം. പിന്നെ ഇത് വല്ലാതെ അവരുടെ ഫേഷ്യൽ ഡിഫക്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മാലോക്ലൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു പീഡിയാട്രിക് ഡെന്റൽ ഒപ്പീനിയൻ നമുക്ക് എടുക്കാവുന്നതാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തിട്ടും ഒരു കൺട്രോളും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓർത്തോപെഡിക് ഒപ്പീനിയൻ എടുത്തിട്ട് കം ഗാർഡ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.